മികച്ച നടിയാണ് പാർവതി തിരുവോത്ത്. പാർവതി മേനോൻ എന്നായിരുന്നു ആദ്യം പേര്. പിന്നീട് 2015 പേരിലെ ജാതിവാൽ ഉപേക്ഷിച്ചു പാർവതി എന്നാക്കി. കൃത്യമായ നിലപാടുകൾ തുറന്നു പറയാൻ പാർവതി മടി കാണിച്ചിട്ടില്ല. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് പാർവതി അടുത്തിടെ നൽകിയ അഭിമുഖമാണ് ചർച്ചയാകുന്നത്. സിനിമയിൽ അവസരങ്ങൾ കുറവാണെന്ന് പാർവതി തുറന്നു പറയുന്നു. നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചത്. ചിലരുടെ സിനിമകളിൽ വിളിക്കാറേയില്ല. അങ്ങനെയുള്ളവരുടെ സിനിമയിൽ അഭിനയിക്കാനും ഇഷ്ടപ്പെടുന്നില്ല. സിനിമയിൽ അവസരം നഷ്ടപ്പെട്ടാൽ മറ്റൊരു ജോലി കണ്ടെത്താൻ പ്രയാസമില്ലെന്നും പാർവതി പറയുന്നു. സ്വയം സിനിമ വേണ്ടെന്ന് വെച്ച് പോകുന്നതുവരെ അഭിനയം തുടരുമെന്നും പാർവതി വ്യക്തമാക്കി. ഒന്നിനു പിറകെ ഒന്നായി ഹിറ്റ് സിനിമകൾ വന്നു. കേക്ക് ഓഫ്, എന്ന നിന്റെ മൊയ്തീൻ, ഉയരെ, ചാർലി തുടങ്ങിയ സിനിമകളെല്ലാം ഹിറ്റുകളായിരുന്നു. അതിനുശേഷം വളരെ കുറച്ച് സിനിമകളെ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ കിട്ടേണ്ട അത്രയും സിനിമകൾ ലഭിച്ചില്ല. ചിലരുടെ സിനിമയിൽ അവസരം ലഭിക്കാറേയില്ല. താരങ്ങൾ മാത്രമല്ല, അതിൽ സാങ്കേതിക പ്രവർത്തകരുമുണ്ട്. അതവരുടെ തിരഞ്ഞെടുപ്പായിരിക്കാം. ഞാൻ മാത്രമല്ലല്ലോ അഭിനേതാവായി ഉള്ളത്. ഒരാളെ വിശപ്പിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചാൽ എന്താണ് ചെയ്യുക? അവർ സ്വയം ഭക്ഷണം കണ്ടെത്താൻ ശ്രമിക്കും. എന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്, പാർവതി പറയുന്നു. സിനിമകൾ നിഷേധിച്ചപ്പോൾ അവസരം കണ്ടെത്താൻ സ്വയം പര്യാപ്തയായി. അതാണ് സംഭവിച്ചത്. സിനിമ തരാതിരുന്നാൽ നിശബ്ദയാക്കാമെന്ന് കരുതി. അവർക്ക് തെറ്റി. അതെന്നെ കരുത്തുള്ളവളാക്കുകയാണ് ചെയ്തത്, പാർവതി പറഞ്ഞു. നേരത്തെ ഏറെ വൈകാരികമായി പ്രതികരിക്കുമായിരുന്നു. സിനിമയിൽ ആരുമായും അടുത്ത ബന്ധമില്ല. എന്നെ ബഹുമാനിച്ചാൽ, എന്റെ കൂടെ നിന്നാൽ ഇപ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റായി മാറി. പലരും അത് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. കളക്റ്റീവ് വരും വരെ തുടർച്ചയായി ഹിറ്റ് സിനിമകൾ വന്നുകൊണ്ടിരുന്നു. ഒപ്പം നിറയെ പേരും ഉണ്ടായിരുന്നു. കളക്റ്റീവ് വന്നതോടെ വിവാദങ്ങളായി. ഇപ്പോൾ ആരും മുഖം തരുന്നത് പോലുമില്ലെന്ന് പാർവതി പറയുന്നു. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നായിരുന്നു പാർവതിയുടെ മറുപടി. എന്നാൽ അവരുടെ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എല്ലാവർക്കും അവർ ആരൊക്കെയാണെന്ന് അറിയാമെന്നും പാർവതി പറഞ്ഞു. WCCയുടെ തുടക്കം മുതലുള്ള അംഗങ്ങളായിരുന്നു പാർവതിയുടെ വിധു വിൻസെന്റും. ഇപ്പോൾ അവർ സംഘടനയിൽ സജീവമല്ല. ഇതിന്റെ കാരണം അറിയില്ലെന്നും പാർവതി പറഞ്ഞു. ഈ ചോദ്യം അവരോടാണ് ചോദിക്കേണ്ടത്. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഞാനല്ല, പാർവതി പറഞ്ഞു.